നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കും. കാരണം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും, എപ്പോഴും വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗം തന്നെയാണ് പറയേണ്ടത്. മാത്രമല്ല, 3-ാം ഭാവത്തിൻ്റെ അപജയസ്ഥാനത്ത് നിന്നിരിക്കുന്ന വ്യാഴം ചാരവശാൽ ഇപ്പം 4-ലേക്ക് വന്നിട്ടുണ്ട്. ഗുരുശുക്ര യോഗമുണ്ട്. സഹായസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് സഹായസ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കിട്ടുക, സുഹൃത്ത് ഗുണം അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഗുണങ്ങൾക്ക് യോഗമുണ്ട്. ഗുരുശുക്ര യോഗം വന്നത് കാരണം കൊണ്ട് ദിവ്യധാരോ മഹാധനി എന്ന് പറയുന്ന യോഗമാണ്. നല്ല ഭാര്യാഗുണം അനുഭവിക്കാനും നല്ല ധനാഭിവൃദ്ധിക്കും യോഗമുണ്ട്. നിവർത്തി സ്ഥാനാധിപതി 4-ാം ഭാവത്തിലാണ്. അപ്പോൾ അത് കാരണം കേന്ദ്രസ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതി സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് കാരണമുണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഭൂമി വാങ്ങുക, വീട് വയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, വീട് മോടി പിടിപ്പിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നൊരു യോഗമുള്ള സമയമാണ്. പക്ഷേ ലഗ്നാൽ 2-ൽ സൂര്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. 5-ൽ കേതുവും കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് എടുത്തിയാടിയുള്ള സംസാരം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകും. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള വിഷയങ്ങളുള്ളത് കാരണം കൊണ്ട് മാനസിക ടെൻഷൻ ഉണ്ടാകും. നൃപഹൃതധനം എന്ന് പറയുന്നൊരു യോഗമാണ്. അതായത് അതായത് ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാധയിൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ നാഗദോഷം കുറച്ച് പ്രബലമാണ്. അപ്പോൾ നാഗദോഷം സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ട് നാഗദോഷത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഏത് ക്ഷേത്രത്തിലായാലും വീടിന് സമീപത്തുള്ള ക്ഷേത്രത്തിൽ നാഗപൂജ ചെയ്യുക, അല്ലെ ഐല്യപൂജ ചെയ്യുക, അല്ലെ 100 പാലും കൊടുക്കുക. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് മേൽ പറയപ്പെട്ട നാഗദോഷത്തിന് പരിഹാരം വരുത്തണം. മറ്റൊരു പ്രശ്നം 12-ലാണ് കർമാധിപതി നിൽക്കുന്നത്. തൊഴിലൊരു സ്ഥാനചലനത്തിന് യോഗമുണ്ട്. തൊഴിൽ സ്ഥാനം മാറാം, അല്ലെങ്കിൽ തൊഴിൽ തന്നെ മാറാം, കമ്പനി മാറാം. അങ്ങനെയൊക്കെയുള്ള യോഗമുള്ള സമയമാണ്. മീനൻ രാശിയാൽ നിൽക്കുന്നത് കൊണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ രീതിയിലും കാര്യങ്ങൾ അനുകൂലമായി വരും. ഋണവാൻ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ട് ടെൻഷൻ വർദ്ധിക്കാൻ യോഗമുണ്ട്. അപ്പോൾ ഈ ബാധ്യതകളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നൊക്കെ, സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കിൽ നിന്നൊക്കെ ലോണൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചാൽ വേഗം സാധിക്കും. പക്ഷെ അതുകൊണ്ട് ആ ബാധ്യത തീർക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ മാനസികമായിട്ട് ടെൻഷൻ ഇങ്ങനെ ഏത് സമയത്തും അനുഭവിക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. കഴിയുന്നതും ലോൺ എടുക്കാതെ ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അയ്യപ്പക്ഷേത്രത്തിൽ എന്തായാലും നീരാഞ്ജനം വഴിപാട് ചെയ്യണം. 7-ര ശനിയ ദോഷമാണ്. 4-ലെ വ്യാഴവും അതുപോലെ തന്നെ അത്ര ഗുണമല്ല. കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോകാൻ വരത്താവുന്ന ഒരു സമയമാണ്. അപ്പം അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.